സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നന്ദനെ എങ്ങനെയെങ്കിലും ദേവിയിൽ നിന്നും അകറ്റി സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തിൽ നിൽക്കുന്ന ഇസബല്ലയാണെങ്കിൽ നന്ദനും ദേവികയും ചന്ദ്രോത്ത് കുടുംബം ഒന്നടങ്കം രജനിയുടെ വീട്ടിൽ നാളെ പാർട്ടിക്ക് പോകുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അത് തടയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. അത്യാവശ്യമായിട്ട് തനിക്കൊന്ന് കാണണമെന്നും നന്ദൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടമുണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ പറഞ്ഞ് നന്ദനാണെങ്കിൽ നാളെ ഉറപ്പായിട്ട് മീറ്റ് ചെയ്യാം, അത്യാവശ്യമായിട്ട് രജനി ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകണമെന്ന് വിചാരിച്ചതാ, എങ്കിലും സാരമില്ല വന്നേക്കാന്ന് പറയുന്നു. നിനക്ക് ബുദ്ധിമുട്ടിയൊന്നും വരണ്ട, താല്പര്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതിയെന്ന് പറയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, തീർച്ചയായിട്ടും വന്നേക്കാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദനാണെങ്കിൽ കോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ദേവികയാണെങ്കിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇസബെല്ലെ കാണാൻ വേണ്ടിയിട്ടാണോ രജനി ചേച്ചിയുടെ വീട്ടിൽ പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തെങ്കിൽ അതൊരിക്കലും പറ്റില്ല, തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് തന്നെ പോകണം, ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊണ്ട് കൊടുക്കണമെന്നൊക്കെ പറയുമ്പം ദേവി മേടിച്ചു കൊടുത്താൽ മതി, അത്യാവശ്യമായിട്ടൊരു മീറ്റിങ്ങാണ്, ബിസിനസ്സിൻ്റെ കാര്യമാണ്, കെവിനൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ലെന്ന് നന്ദൻ പറയുമ്പോൾ ദേവികയാണെങ്കിൽ സമ്മതിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇസബെല്ലയാണെങ്കിൽ ഋഷിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, റൂമിൽ തന്നെ ഇരുന്ന് നിനക്ക് ബോറടിക്കുന്നുണ്ടോ, എന്തായാലും നമ്മുടെ ആഗ്രഹം പോലെ അധികം താമസിക്കാതെ കാര്യങ്ങളെല്ലാം നടപ്പാകും എന്ന് പറയുമ്പോൾ റൂമിലിരിക്കുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ചന്ദ്രോത്ത് വീട്ടിനെ തകർക്കാൻ വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണെന്നും ഇന്നത്തോടെ നിങ്ങൾ തമ്മിലുള്ള ഒരു ഫംഗ്ഷന് പോയി ദേവികയുമായിട്ട് അധികം താമസിക്കാതെ നന്ദൻ ബന്ധം ഉപേക്ഷിച്ച് ഇസബെല്ലെ കല്യാണം കഴിക്കാനൊരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്നൊക്കെ പറയുമ്പം തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ച കാര്യം നടപ്പാക്കിയിരിക്കുന്നു ഇസബെല്ലയും പറയുന്നുണ്ട്. അതെല്ലാം മറിഞ്ഞ് ഇന്ന് അരുന്ധതി കേൾക്കുമ്പോൾ അരുന്ധതിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടാകുന്നു. കാരണം ചന്ദ്രോത്ത് വീട്ടിനെ ഒന്നടങ്കം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഋഷിയുടെ ഈ പുറപ്പാട് അവരിങ്ങാണം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരാരും അടങ്ങിയിരിക്കില്ല. പ്രതികാരത്തിൻ്റെ പേരിൽ സ്വന്തം മകൻ്റെ ഭാവി നശിക്കും, ഇതൊന്നും ലീനയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അതൊന്നും മനസ്സിലാക്കാൻ പ്രതികാരത്തിൻ്റെ ചൂടിൽ നിൽക്കുന്ന ഋഷിക്കാണെങ്കിൽ കഴിയുന്നുമില്ല. എന്തായാലും ദേവികയെ വിളിച്ച് ഇസബെല്ലയാണെങ്കിൽ ഒന്ന് ചൊടിപ്പിക്കുന്നുണ്ട്. നന്ദന് നീ പറയുന്നതിനേക്കാളും കൂടുതൽ താല്പര്യം ഞാൻ പറയുന്നതാണെന്നും ഞാൻ പറയുന്നത് പോലെ അനുസരിക്കൂ എന്നുള്ളൊരു വാശി പറയുന്നത് കേട്ടിട്ട് ദേവിയാണെങ്കിൽ നന്ദനോട് പോയി പ്രശ്നം ഉണ്ടാക്കുന്നു. തീർച്ചയായിട്ടും രജനി ചേച്ചിയുടെ വീട്ടിലെ പാർട്ടിക്ക് നാളെ ഒരുമിച്ച് പോകണം, ഇസബെല്ലയെ കാണാൻ വേണ്ടിയിട്ട് പോകണ്ടെന്ന്. എന്നാൽ അതെല്ലാം കേട്ടുവന്ന പ്രഭാവതിയും സിദ്ധുവും നന്ദൻ്റെ ആവശ്യപ്രകാരം നാളെ മീറ്റിങ്ങിന് പോകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നൊരു സമ്മതം മൂളുന്നു. കാരണം പ്രഭാവതി പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് സിദ്ധുവിനെ. ഇസബെല്ലയും കെവിനും മീറ്റിങ്ങിന് പങ്കെടുക്കാൻ വിളിച്ചതാണെന്ന് കേട്ടപ്പോഴത്തേക്കും പ്രഭാവതിക്ക് അതാണ് ഏറ്റവും വലുത്, തൻ്റെ മകൻ്റെ ഭാവി, അതുകൊണ്ട് തന്നെ സമ്മതിച്ചു കൊടുക്കുന്നു. എങ്കിലും ദേവികയ്ക്ക് അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഗിരീഷിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി എത്തുമ്പോഴത്തേക്കും ദേവികയും നന്ദനും ഇല്ലെന്നുള്ളൊരു പരിഭവം രജനി പറയുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവർ രണ്ടുപേരും അധികം താമസിക്കാതെ വരുമെന്ന് പറയുമ്പം നന്ദൻ വരുമായിരിക്കും, പക്ഷേ ദേവിക വരില്ലെന്ന് തറപ്പിച്ച് പറയുന്നുണ്ട് രജനി. കാരണം കെ നായരുടെ പ്രൊജക്റ്റ് ഒപ്പിട്ട് കൊടുത്തതിൻ്റെ പേര് അച്ഛനും അതുപോലെ ഗിരീഷും ദേവികയോടെതിരല്ലേ, അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കുമെന്നുള്ള പേടിയിൽ വരത്തില്ലെന്ന് പറയുമ്പം തീർച്ചയായിട്ടും വരുമെന്ന് പ്രഭാവതി പറയുന്നു. എന്നാൽ അല്പസമയത്തിനുള്ളിൽ ദേവികയാണെങ്കിൽ രജനി ചേച്ചിയെ കാണാനായിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ച് വരുന്നു. അന്നേരവും നമ്മുടെ നന്ദനാണെങ്കിൽ വരുന്നില്ല. നന്ദനെ തീർച്ചയായിട്ടും വൈകിച്ച് രാത്രി ചന്ദ്രോത്ത് വീട്ടിലേക്ക് താനും നന്ദനുമായിട്ട് കൂട്ടിക്കൊണ്ടു പോകണം എന്നുള്ളൊരാഗ്രഹത്തിൽ ഇസബെല്ലയാണെങ്കിൽ ഒരുപാട് മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വൈകിപ്പിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം രജനി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നന്ദനും ഇസബെല്ലയും കെവിനെയും കാണാൻ പോയതെങ്കിലും സമയം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുമ്പോഴും കുറച്ച് മദ്യമൊക്കെ കൊടുത്ത് നന്ദനെ വരുതിയിലാക്കുന്നുണ്ട്. ഇസബെല്ലയും കെവിനും നന്ദനും കൂടി ചേർന്നതിന് ശേഷമാണ് മദ്യപിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു പരിഭവവും പരാതിയെല്ലാം ദേവികയാണെങ്കിൽ നമ്മുടെ മുരളിയെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മുരളിക്കാണെങ്കിൽ ഇസബെല്ലയും അതുപോലെ കെവിൻ്റെയും കൂട്ടുകെട്ട് നന്ദന് നല്ല രൂപത്തിൽ ജീവിതത്തിലേക്ക് മുന്നോട്ട് നേട്ടം ഉണ്ടാക്കില്ലെന്നും ഇത് കാരണം നന്ദൻ്റെയും ദേവികയുടെയും ജീവിതം തകരുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. എന്നാലും നന്ദനാണെങ്കിൽ ഋഷി മരണപ്പെട്ടു, താൻ ചെയ്ത കുറ്റം ഒളിപ്പിക്കാൻ സഹായിച്ച കൂട്ടുകാർക്ക് സപ്പോർട്ട് നിൽക്കുവാണ്. മുരളിയെപ്പോലും പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ എന്തായാലും ദേവികയാണെങ്കിൽ രജനിയുടെ വീട്ടിൽ വന്ന് ഫംഗ്ഷനൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് തിരികെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ വൈകിട്ട് പോലും നന്ദനാണെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ പാതിരാത്രി ഇസബെല്ലയുടെ തോളിൽ ചാഞ്ഞ് കള്ള് കുടിച്ചിട്ട് വരുന്ന നന്ദനെ കണ്ടിട്ട് ദേവികയുടെ കലി സഹിക്കുന്നതിനും അപ്പുറം ആകുന്നുണ്ട്. കാരണം നന്ദനും പ്രഭാവതിയും കാരണമാണ് അച്ഛന് പോലും അതുപോലെ ഗിരീഷിനും തന്നോട് വെറുപ്പുണ്ടാകുന്ന വലിയൊരു പെരുമാറ്റം താൻ ചെയ്യാൻ കാരണം കെ നായരുടെ പ്രോജക്റ്റ് ഒപ്പിട്ട് കൊടുത്തത്.
അതുപോലും താൻ അവർക്ക് വേണ്ടി ത്യാഗം സഹിച്ചു എന്നുള്ളൊരു പരിഗണന പോലും കാണിക്കാതെ തൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി നന്ദൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് സഹിക്കുന്നതിനും അപ്പുറം കലി ദേവികയിൽ ഉണ്ടാക്കുന്നു. അങ്ങനെ സങ്കടപ്പെട്ട് ദേവിക ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അരുന്ധതിയാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് വന്ന് ദേവികയെ കാണുന്നുണ്ട്. കാരണം ദേവികയുടെ മനസ്സിൻ്റെ സങ്കടവും വീട്ടിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഇപ്പം അരുന്ധതിക്ക് മനസ്സിലാകുന്നുണ്ട്. ഋഷിയെ കാണാതായതിൻ്റെ പേരിൽ ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വന്ന അരുന്ധതി ദേവികയെ അവിടെ വെച്ച് കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു വീട്ടിൽ തനിക്ക് സമാധാനമൊന്നുമില്ലെന്ന്. അപ്പോൾ തന്നെ ആശ്വസിപ്പിക്കാനും അല്ലെങ്കിൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ദേവിക ചുമ്മാ കള്ളം പറഞ്ഞാണെന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പം ഋഷി സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം ചന്ദ്രോത്ത് വീട്ടിലുണ്ടാകുന്ന പുകച്ചിൽ എന്താണെന്ന് ഇപ്പം അരുന്ധതിക്ക് ഊഹിക്കാനാകുന്നുണ്ട്. അതിൻ്റെ പേര് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ദേവികയാണെന്നും അരുന്ധതിക്ക് മനസ്സിലാകുന്നു. കാരണം ഇസബെല്ല നന്ദനെ ദേവികയിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകാൻ നോക്കുമ്പോൾ നന്ദനും ദേവികയും തമ്മിൽ നന്നായിട്ട് സ്വരച്ചേർച്ചയില്ലെന്ന് മനസ്സിലാക്കി അരുന്ധതിയാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുന്നു. അപ്പം ദേവികയുടെ സങ്കടം കണ്ട് സഹി കെട്ടിട്ട് അരുന്ധതി എല്ലാ സത്യങ്ങളും ദേവികയോട് തുറന്നു പറയുമോ ഋഷി മരിച്ചിട്ടില്ലെന്നും ഋഷി മരണപ്പെട്ടു എന്നുള്ള പേരിൽ നന്ദനെ എസബെല്ലയും അതുപോലെ കെവിനും ഋഷിയും എല്ലാവരും കൂടി ട്രാപ്പിലാക്കി വെച്ചിരിക്കുകയാണെന്ന് സത്യം അറിയുന്ന ദേവിക എങ്ങനെയായിരിക്കും ഇനി പ്രതികരിക്കാൻ പോകുന്നത്? കാത്തിരിക്കാം.